ഇവിടെ ഒരു പുതിയ ആശയം നടപ്പിലാക്കുകയാണ്. അത് ചെറിയ ഒരു ആശയമല്ല. ഏതാണ്ട് കഴിഞ്ഞ 2 വർഷമായി KSRTCയുടെ മന്ത്രി എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ എനിക്ക് നൽകിയിട്ടുള്ള സഹകരണവും പിന്തുണയും ഇന്ന് KSRTCയെ ഇന്ത്യയുടെ ഒരു ചരിത്ര വിജയത്തിലേക്ക് നയിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്ന അഭിമാനത്തോടെ പറയാൻ കഴിയും. നിങ്ങളും ഞാനും പ്രമോജും മറ്റുദ്യോഗസ്ഥന്മാരും എല്ലാവരും ചേർന്ന് കേരളത്തിലെമ്പാടും വണ്ടികൾ റിപ്പയർ ചെയ്ത് കൊടുക്കുന്ന മെക്കാനിക്കും ഡ്രൈവറും കണ്ടക്ടറും ഓഫീസിൽ ജോലി ചെയ്യുന്ന മിനിസ്റ്റീരിയൽ സ്റ്റാഫും ATOമാരും DTOമാരും എല്ലാവരും വലിയ ഒരു കൂട്ടായ്മ, ഞങ്ങൾ ഒന്നാണ് എന്ന ചിന്തയോടുകൂടി നമ്മൾ KSRTCക്ക് വേണ്ടി പ്രവർത്തിച്ചു. KSRTC അതിന്റെ ഉയരങ്ങളിലേക്ക് വരികയും ഇന്ന് ഇന്ത്യയിൽ പ്രവർത്തന ലാഭത്തിൽ പോകുന്ന ഒരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷനായി നമുക്ക് മാറാൻ കഴിഞ്ഞു എന്നുള്ളത് ഓരോ ജീവനക്കാരന്റെയും അഭിമാനമാണ് എന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുക. നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു. നമ്മൾ ഇത്രയും കളക്ഷൻ നേടി, ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടി, നമ്മൾ റെക്കോർഡ് കളക്ഷൻ നേടിയതിനു ശേഷവും നമ്മൾ ക്യാൻസർ പേഷ്യൻസിന് വേണ്ടി ഒരു പദ്ധതി നടപ്പിലാക്കി. KSRTC അതുകൊണ്ടൊരു നഷ്ടവും സംഭവിക്കുന്നില്ല. KSRTC ബസ്സിൽ 1-2 ക്യാൻസർ രോഗികൾ സൂപ്പർ ഫാസ്റ്റ് പോലുള്ള ബസ്സുകളിൽ റേഡിയേഷനും കീമോയ്ക്ക് വേണ്ടി പോകുവാൻ നമ്മൾ അവരെ ഹാപ്പി ലോങ് ലൈഫ് കാർഡ് കൊടുത്ത് അവരോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചു. മാത്രമല്ല, ആ കാർഡ് അപേക്ഷിക്കുന്ന ഓൺലൈനിലാണെങ്കിലും കൊണ്ടു കൊടുക്കുന്നത് നിങ്ങളിൽ ഓരോരുത്തരും അവരുടെ വീട്ടിലെത്തിച്ച് സ്നേഹത്തോടെ കൈമാറുന്നു എന്നതാണ് ഏറ്റവും വലിയൊരു ചരിത്ര സംഭവം. അല്ല പോസ്റ്റിൽ അയച്ചു കൊടുക്കലല്ല, വന്നു വാങ്ങലല്ല, ഒന്നുമല്ല. നമ്മുടെ ജീവനക്കാർ സ്നേഹത്തോടെ വീട്ടിലെത്തി ഈ കാർഡ് അവർക്കൊരു സമ്മാനമായി കൊടുക്കുകയാണ്. എന്താണ്? ഹാപ്പി ലോങ് ലൈഫ്, ജീവിതം പെട്ടെന്ന് നീണ്ടതാകട്ടെ, നീളമുള്ളതാകട്ടെ, ഈ രോഗത്തിൽ നിന്ന് മുക്തിയുടെ ഒരുപാട് കാലം ജീവിക്കട്ടെ എന്ന് ആശംസിക്കുന്ന ഒരു കാർഡാണ് നമ്മൾ കൊടുക്കുന്നത്. വേറെ ഒരാൾക്കും അത് കൊടുക്കാൻ കഴിഞ്ഞില്ല, നമുക്കത് കൊടുക്കാൻ കഴിഞ്ഞു. അതിന് ഒരു മിസ്യൂസുമില്ല. മാത്രമല്ല, കുഞ്ഞുങ്ങൾക്കുള്ള കൺസെഷൻ നമുക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. ഒരാഴ്ചയിൽ 5 ദിവസം എന്നുള്ളത് 6 ദിവസമാക്കി കൊടുത്തു. ഒരു മാസത്തിൽ അവധി ദിവസം സെക്കൻഡ് സാറ്റർഡേയും സൺഡേയും ഒഴിച്ച് എല്ലാ ദിവസവും കുഞ്ഞുങ്ങൾക്ക് പഞ്ച് ചെയ്ത് എപ്പോൾ ഒരു ദിവസം 2 പ്രാവശ്യം വേണമെങ്കിലും യാത്ര ചെയ്യാനുള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുത്തു. ആധുനികമായ ഒരുപിടി കാര്യങ്ങൾ, നമ്മുടെ വണ്ടികൾ എവിടെല്ലാം ഓടുന്നു, ഇപ്പോൾ എന്ത് കളക്ഷൻ ഉണ്ട്, എല്ലാം കാണാവുന്ന സൗകര്യങ്ങൾ ഇന്ന് ചീഫ് ഓഫീസിൽ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ കൺട്രോൾ റൂം എന്ന് പറയുന്ന ആകെ മാറി. പുതിയ ടിക്കറ്റ് മെഷീൻ വന്നതോടുകൂടി ചലോ ആപ്പ് എന്നടയിൽ വന്നു. ജനങ്ങൾ അതിനെ ആശ്രയിക്കുന്നത്. ഞാൻ യാത്ര ചെയ്യേണ്ട വണ്ടി എപ്പോൾ വരും, എത്ര മിനിറ്റിനുള്ളിൽ, എത്ര സെക്കൻഡിനുള്ളിൽ എന്റെ സ്റ്റോപ്പിലെത്തും എന്ന് നോക്കാനും അവിടെ ഇരുന്നുകൊണ്ട് തന്നെ സ്വന്തം മൊബൈലിൽ നിന്ന് ടിക്കറ്റ് എടുക്കാനും ഒക്കെ കഴിയുന്ന അത്യന്താധുനിക സൗകര്യങ്ങൾ നമ്മൾ KSRTCയിൽ ഏർപ്പെടുത്തി. ഇന്ത്യയിൽ റൂട്ടിന്റെ ഷെഡ്യൂളിംഗ് AI അസിസ്റ്റഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറിലേക്ക് മാറ്റുന്ന ആദ്യത്തെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനാണ് നമ്മൾ. അതുപോലെ തന്നെയാണ് നമ്മളുടെ ഈ ഇൻവെന്ററി സോഫ്റ്റ്വെയർ, അതുപോലെ കൊറിയറിന് വേണ്ടി നമ്മൾ ഒരുക്കിയിരിക്കുന്ന സോഫ്റ്റ്വെയർ, അതുപോലെ നമ്മൾ BTCക്ക് വേണ്ടി മാത്രമേ നമുക്കൊരു വരാനുള്ളത് അക്കൌണ്ടിംഗ് സോഫ്റ്റ്വെയർ വന്നു കഴിഞ്ഞു. KSRTCയിൽ 50 രൂപ ചെലവായാൽ അത് ആ നിമിഷം അറിയാൻ പറ്റുന്ന തരത്തിൽ 2000 രൂപ വന്നു ചേർന്നാൽ, 2100 രൂപ വന്നു ചേർന്നാൽ അത് കൃത്യമായി അറിയത്തക്കതിൽ KSRTCയുടെ ബാലൻസ് ഷീറ്റ് എല്ലാ ദിവസവും ഇന്നത്തെ ലാഭം നഷ്ടം KSRTC ഇന്ന് എവിടെ നിൽക്കുന്നു എന്ന് അറിയാവുന്ന തരത്തിലേക്കുള്ള ഒരു സോഫ്റ്റ്വെയർ അടക്കം KSRTC ടോട്ടൽ ഡിജിറ്റലൈസേഷൻ, ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും അധികം ഡിജിറ്റലൈസേഷൻ ചെയ്ത മോഹൻകുമാർ കൂടെ ഉണ്ട്, അദ്ദേഹം MD ആണ്. ഡിജിറ്റലൈസേഷൻ ചെയ്തൊരു കോർപ്പറേഷൻ നമ്മുടേതായിരിക്കും. കംപ്ലീറ്റ് ഡിജിറ്റലൈസേഷൻ. ഇനി ആകെ വരാനുള്ള BTCക്ക് ഒരു സോഫ്റ്റ്വെയർ ഒഴിച്ചാൽ ബാക്കി എല്ലാ അത് റെഡിയായി കഴിഞ്ഞു. അത് വന്നു കഴിഞ്ഞാൽ BTCക്ക് പോകുമ്പോൾ എന്ത് ചെലവാകുന്നു, ഏത് ഹോട്ടലിൽ എത്ര പൈസ കൊടുക്കുന്നു, എത്ര രൂപ നമുക്ക് ബുക്കിംഗ് എങ്ങനെ വരുന്നു, അതിലൂടെ BTCയിലേക്ക് ബുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ എല്ലാം വരികയാണ്. നമ്മുടെ എല്ലാ രംഗവും നമ്മൾ തുടങ്ങി വെച്ച ഡ്രൈവിംഗ് സ്കൂൾ ഏറ്റവും വലിയൊരു വിജയമാക്കി മാറ്റാൻ കഴിഞ്ഞു. ഡ്രൈവിംഗ് സ്കൂളിന്റെ പ്രിൻസിപ്പൽ ഇവിടെ ഇരിപ്പുണ്ട്. ഏറ്റവും വലിയൊരു വിജയമാക്കാൻ കഴിഞ്ഞു. ഇന്ന് MLA എല്ലാവരും ആവശ്യപ്പെടുന്നത് പുതിയ ഡ്രൈവിംഗ് സ്കൂൾ ഒരെണ്ണം തരണമെന്നാണ്. ബസ്സുകൾ തരണമെന്ന് പറയുന്നത് കേട്ടുണ്ട്. അതിന്റെ കൂടെ ഞങ്ങൾക്കൊരു ഡ്രൈവിംഗ് സ്കൂൾ തരണം എന്ന് പറയുകയാണ്. ആ ഡ്രൈവിംഗ് സ്കൂൾ എന്ന് പറയുന്നത് 24 ഡ്രൈവിംഗ് സ്കൂളുകൾ വരെ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. അവസാനം തുടങ്ങിയത് ഗുരുവായൂരിലാണ്. 31 ഡ്രൈവിംഗ് സ്കൂളുകൾ തുടങ്ങാനുള്ള തീരുമാനം നമുക്കുണ്ട്. മാത്രമല്ല, റോഡ് സേഫ്റ്റി അതോറിറ്റിയിൽ നിന്നും അടുത്ത 15 ഡ്രൈവിംഗ് സ്കൂളുകൾ തുടങ്ങാനുള്ള വാഹനവും അതിനുള്ള ഉപകരണങ്ങളും വാങ്ങാനുള്ള പണം കഴിഞ്ഞ റോഡ് സേഫ്റ്റി അതോറിറ്റി മീറ്റിംഗിൽ 1.25 കോടി രൂപ KSRTCക്ക് അനുവദിച്ചിട്ടുണ്ട്. KSRTCയുടെ പണം മുടക്കാതെയാണ് KSRTC ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങിയത്. നമ്മളെ സംബന്ധിച്ച് 2.5 കോടി രൂപ, അല്ലെ 2.35 ലക്ഷം രൂപ വരെ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, 7000-ത്തിലധികം സമർത്ഥരായ ഡ്രൈവിംഗ് അറിയുന്ന ആളുകളെ പരിശീലിപ്പിച്ച് നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. നമ്മളുടെ പരിശീലന ക്ലാസുകളിൽ പങ്കെടുക്കുന്ന കുട്ടികൾ കേരളത്തിലെ മോട്ടോർ വെഹിക്കിൾ ടെസ്റ്റിന്റെ ശരാശരി വിജയം എന്ന് പറയുന്നത് 48 മുതൽ 52 വരെയാണ്. പക്ഷേ നമ്മുടെ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികളുടെ വിജയം 87% മുകളിലാണ്. അപ്പൊ എന്താണ്? നമ്മളെ ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷനാണ് കൊടുക്കുന്നത്.
ക്വാണ്ടിറ്റി അല്ല ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷനിലൂടെ ഡ്രൈവിംഗ് ടെസ്റ്റിന് എല്ലാവരോടുമൊപ്പം നമ്മുടെ കുട്ടികൾ പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ അവർക്ക് 87% വിജയം നമ്മുടെ കുട്ടികൾക്ക് കരസ്ഥമാക്കാൻ കഴിയുന്നു. ടോട്ടൽ ആവറേജ് എന്ന് പറയുന്നത് 48 to 52 ആണ്. പക്ഷെ നമ്മൾക്ക് 87% കിട്ടുന്നു. അതെന്താണ്? നമ്മുടെ പരിശീലനത്തിന്റെ മികവാണ്. നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ മാധ്യമങ്ങളുടെ മുന്നിലൂടെ തന്നെ സ്വന്തം വാഹനം ഓടിച്ചുകൊണ്ട് നാഷണൽ ഹൈവേയിലേക്ക് ഇറങ്ങിപ്പോകുന്ന രംഗം നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. അഭിമാനകരമായ നേട്ടങ്ങളാണ് കഴിഞ്ഞ 2 വർഷം കൊണ്ട് പ്രമോദ് ശങ്കർ CMD ആയി വന്നതിന് ശേഷം KSRTC കൈവരിക്കാൻ കഴിഞ്ഞത്. CMD ആയി വന്ന പ്രമോദ് ശങ്കർ IOFS-കാരനാണ്, ഇന്ത്യൻ ഓർഡിനൻസ് ഫാക്ടറി സർവീസുകാരനാണ്, കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്നതാണ്. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ തീരുമാനപ്രകാരം മറ്റ് മന്ത്രിമാരുടെ തീരുമാനം KSRTCയുടെ സ്ഥിരം CMD ആയി പ്രമോദ് ശങ്കറിനെ നിയമിച്ചിരിക്കുന്നു. ഇന്ന് പുറത്തിറങ്ങുന്ന ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഉത്തരവ് പുറത്തു വരുമ്പോൾ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അതിനെ അനുഭവിച്ചു. ഈ ചെറുപ്പക്കാരന്റെ പ്രവർത്തനത്തെ, ഈ ചെറുപ്പക്കാരന്റെ ആത്മാർത്ഥതയെ, രാത്രി 12 മണിയായാലും 1 മണിയാവാതെ പോകാതെ എല്ലാ MLA-മാരോടും മന്ത്രിമാരോടുമുള്ള ജീവനക്കാരോടുമുള്ള അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിന്റെ മാന്യത കണക്കിലെടുത്തുകൊണ്ടാണ് അദ്ദേഹത്തെ കേരളത്തിലെ KSRTCയുടെ സ്ഥിരം CMD ആയി, അത് റിട്ടയർ ചെയ്യുന്നവരെ KSRTCയുടെ CMD ആയിരിക്കും, ഈ കേരള ഗവൺമെന്റിലേക്ക് നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. നിങ്ങൾക്ക് കാണാൻ അനുവാദം തരുന്ന, നിങ്ങളുടെ മേലെ ചാടിക്കടിക്കാത്ത, നിങ്ങളെ വേദനിപ്പിക്കാത്ത, നിങ്ങളുടെ മനുഷ്യത്വം കാണിക്കുന്ന ഒരാളെയാണ് ഞാൻ നിയമിച്ചിട്ട് പോകുന്നതെന്ന് നിങ്ങൾ ഓർക്കണം. ഞാൻ എന്താണോ പറഞ്ഞു കൊടുത്തത്, ഞാൻ പറഞ്ഞു കൊടുത്ത വഴിയിൽ ഒരു സ്വന്തം അനിയനെ പോലെ യാത്ര ചെയ്ത് KSRTC വിജയത്തിലേക്ക് നയിച്ച ചെറുപ്പക്കാരനാണ് പ്രമോദ് ശങ്കർ. ആർക്കും ഒരു എതിരഭിപ്രായമില്ല. മാധ്യമങ്ങളോടായാലും ജനങ്ങളോടായാലും തൊഴിലാളികളോടായാലും സ്നേഹത്തോടെ പെരുമാറുന്നു. നിങ്ങളുടെ ഈ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്ന പരമാവധി നമുക്ക് എനിക്കറിയാം, ഡ്രൈവർ, കണ്ടക്ടർ ഇവരൊന്നും സമയത്തിന് ആഹാരം കഴിക്കുന്നവരല്ല. മെക്കാനിക്കുകൾ പോലും പലപ്പോഴും, പണ്ട് KSRTCയുടെ MD ആയിരുന്ന ശ്രീ അപ്പൂട്ടൻ നായർ സാർ പറയും, അദ്ദേഹം ഉച്ചയ്ക്ക് ആഹാരം കഴിക്കത്തില്ല എന്ന് പറയും. അപ്പൊ എന്താന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഞാൻ ഈ വർക്ക്ഷോപ്പ് ജോലി ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഉച്ചയ്ക്ക് തിരക്കായിരിക്കും, അങ്ങനെ കഴിക്കാൻ താമസിച്ച് ഉച്ചഭക്ഷണം ഒഴിവാക്കി വൈകിട്ടും രാത്രി അദ്ദേഹം കഴിക്കത്തുള്ളായിരുന്നു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കത്തില്ല എന്ന് പറയാം. അങ്ങനെയുള്ള ആളുകളുണ്ട്. കാരണം നമ്മുടെ കൂട്ടത്തിൽ സമയത്ത് ആഹാരം കഴിക്കാൻ പറ്റാതെ, ഞാൻ കഴിയുന്നതും പറയാറുണ്ട്, വണ്ടി സമയത്ത് നിർത്തി ഹോട്ടലുകളിൽ നിർത്തി ഭക്ഷണം കഴിച്ചോണമെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത്ര മണിക്കുള്ളിൽ യാത്രക്കാരും ജീവനക്കാരും ഭക്ഷണം കഴിക്കണമെന്നൊക്കെ ഞാൻ വന്നതിന് ശേഷം ഉത്തരവ് കൊടുത്തിട്ടുണ്ടെങ്കിലും പലപ്പോഴും ട്രാഫിക്കിലൊക്കെ കുടുങ്ങി അവർക്ക് കഴിക്കാൻ പറ്റാതെ, പ്രത്യേകിച്ച് സിറ്റി ബസ്സിലൊക്കെ പോകുന്നവർക്ക് പ്രയാസമുണ്ട്. അവർക്ക് ഇത് ഈ സമയത്തിന് ആഹാരം കഴിക്കാതിരിക്കുക എന്ന് പറയുന്നത് തന്നെ പല രോഗങ്ങളുടെയും തുടക്കം അവിടെയാണ്. അത്തരം കാര്യങ്ങളിൽ നിന്നൊരു മോചനം നേടണം. നമ്മുടെ KSRTC ജീവനക്കാരുടെ ആരോഗ്യം ഏറ്റവും പ്രധാനമാണ്. കാരണം 2300 ജീവനക്കാർ, 23,000 ജീവനക്കാരുള്ളതിൽ 2800 ജീവനക്കാരും രോഗികളാണെന്നാണ് അവകാശപ്പെടുന്നത്. അവർ ജോലിക്ക് വരുന്നില്ല, അവർ ലൈറ്റ് ഡ്യൂട്ടിക്ക് അപേക്ഷിക്കുകയാണ്. അപ്പൊ ലൈറ്റ് ഡ്യൂട്ടിക്ക് അപേക്ഷിക്കുന്നതൊക്കെ ഒന്ന് കുറയണമെന്നുണ്ടെങ്കിൽ ചികിത്സയളിക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ KSRTC ജീവനക്കാർക്ക് ഈ ആശുപത്രിയിൽ കൺസൾട്ടിംഗ് ഫീ ഇല്ല. ഇവിടെ MD തന്നെ പറഞ്ഞു, ആദ്യമേ പറഞ്ഞു കൺസൾട്ടിംഗ് ഫീ ഇല്ല. പക്ഷെ ഞാൻ ഇവിടെ നിന്ന് നോക്കുമ്പോൾ എനിക്ക് കാണുന്ന ഈ നമ്മുടെ ഈ കിഴക്കേക്കോട്ട ക്ഷേത്രത്തിന് ചുറ്റും പഴവങ്ങാടി മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ ഈ ഭാഗത്തും ഈ മണക്കാട് ഭാഗത്തേക്കും ഒരുപാട് പാവപ്പെട്ട ഒരു താമസമാണ്. പ്രത്യേകിച്ച് അതിൽ പ്രായം ചെന്ന ഒരുപാട് അമ്മമാരും അച്ഛന്മാരും ഉണ്ട്. ഞാൻ പലപ്പോഴും കാണാറുണ്ട്, അവന് വലിയ ഒരു സമ്പത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് പലപ്പോഴും നല്ല ചികിത്സ കിട്ടുന്നില്ല എന്ന് എനിക്ക് എന്റെ മനസ്സുകൊണ്ട് തോന്നി. ഞാൻ തിരുവനന്തപുരത്ത് പഠിച്ചു വളർന്നവനാണ്. ഈ വഴികളിൽ കൂടെയൊക്കെ ഞാൻ സൈക്കിളെ ഒട്ടി പോയിട്ടുണ്ട്. ഈ ഓരോ അഗ്രഹാരത്തിന്റെയും മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ ആ തെരുവുകളിൽ, നമ്മുടെ തെരുവുകളിൽ അമ്മമാര് വാർദ്ധക്യത്തിൽ ഇങ്ങനെ പടിയിലിരിക്കും. കോലമൊക്കെ വീട്ടിന്റെ മുമ്പിൽ പടിയിലിരിക്കുന്നതാണ്. അതുപോലെ മണക്കാട്, അത് കഴിഞ്ഞ് അങ്ങോട്ട് കമലേശ്വരം, അങ്ങോട്ട് പോകുന്ന ആ ഭാഗത്തെല്ലാം പാവപ്പെട്ട വീട്ടിൽ ഒരുപാട് ഉമ്മമാരുണ്ട്. അവര് മക്കളെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ച് പലപ്പോഴും ആശുപത്രിയിൽ പോകില്ല. വയറിന് വേദന വന്നാൽ സ്ത്രീകൾക്ക് പലപ്പോഴും ഈ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വരുന്നതിന്റെ കാര്യം എന്താ അറിയാം? വയറ്റിനൊരു വേദന വന്നു, അത് മക്കളെയും മരുമക്കളെയും ബുദ്ധിമുട്ടിക്കേണ്ട, അവർക്ക് ഓഫീസിൽ പോകണ്ടേ, ലീവ് എടുക്കണ്ടേ എന്നൊക്കെ വിചാരിച്ചിട്ട് അവർ ആ വേദന സഹിച്ച് ഒരു കുപ്പിക്കകത്തിട്ട് ചൂടുവെള്ളം തിളപ്പിച്ച് വയറ്റി വെച്ചുകൊണ്ടിരുന്ന ആ വേദന സഹിച്ച് ഒടുവിൽ പരിശോധിക്കുമ്പോൾ ക്യാൻസറിന്റെ ഏറ്റവും മോശമായ അവസ്ഥയിലായിരിക്കും. ആ അവസ്ഥയിൽ ചികിത്സ തുടങ്ങിയാൽ ആ കുടുംബം അതോടെ നശിക്കുകയാണ്. ആ കുടുംബം, ഒരു വീട്ടിൽ ഒരാൾക്ക് ഒരു ക്യാൻസർ രോഗം വന്നു എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാ ജീവിതം, വീട്ടിലെ എല്ലാവരുടെയും ജീവിതം താളം തെറ്റും, സാമ്പത്തികമായി താളം തെറ്റും. അതുകൊണ്ട് ക്യാൻസർ അടക്കമുള്ള രോഗങ്ങൾ തുടക്കത്തിൽ കാണുകയും ചികിത്സിക്കുകയും ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ എല്ലാ വനിതാ ഉദ്യോഗസ്ഥർക്കും ഡോക്ടർ ഗംഗാധരൻ ഡോക്ടറിന്റെ ട്രസ്റ്റുമായി സഹകരിച്ചുകൊണ്ട് മൊബൈൽ യൂണിറ്റുമായി വന്ന് എല്ലാവർക്കും ഒരു റൗണ്ട് ടെസ്റ്റ് നടത്തി. എല്ലായിടത്തും നടത്തി. തിരുവനന്തപുരത്ത് നടത്തി, കൊല്ലത്ത് നടത്തി, പത്തനാപുരത്ത് നടത്തി, കൊട്ടാരക്കര നടത്തി, എല്ലാ സ്ഥലങ്ങളും നടത്തി. അതിന് വളരെ കുറച്ച് ആളുകൾ മാത്രമേ ക്യാൻസർ രോഗം കണ്ടെത്താൻ കഴിഞ്ഞുള്ളൂ. അവരെ തുടർ ചികിത്സ ചെയ്യണമെന്നുള്ളതിന്റെ ആഗ്രഹമാണ്. ഞാനൊരു MLA ആണ്, മന്ത്രിയാണ്, തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ.
അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ എനിക്ക് തട്ടിക്കൂട്ടാൻ പറ്റാത്ത ഒരു കാര്യവും ഞാൻ CMD ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്, ഒരു പൊതു ഫണ്ട്, അതായത് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾക്ക് ഇപ്പൊ ഇൻഷുറൻസ് വന്നിട്ടുണ്ട്. ഇൻഷുറൻസ് വന്നുകൊണ്ട് വലിയ ആശ്വാസമാണ്. കാരണം പുതിയ ഇൻഷുറൻസ് അനുസരിച്ച് SBI 0 മുതൽ 50 ലക്ഷം രൂപ വരെ നിങ്ങൾ തരും. 8,000 ചില്ലുവാനും രൂപ ഒരു വർഷം നിങ്ങൾ പ്രീമിയമായി അടയ്ക്കണം. കാരണം കിഡ്നി ട്രാൻസ്ഫർ ചെയ്യാൻ അല്ലെങ്കിൽ ലിവർ മാറ്റി വയ്ക്കാൻ 50 ലക്ഷം രൂപ കൂടുതലാവില്ല. നിങ്ങൾക്ക് വീട്ടിലെ 4 പേർക്ക് 50 ലക്ഷം രൂപയുടെ മെഡിക്കൽ ഇൻഷുറൻസ് ആണ് അവർ ഓഫർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ യൂണിയൻ ബാങ്കും അതുപോലെ ഓഫർ ചെയ്തിട്ടുണ്ട്. കാരണം 10,000 രൂപ താഴെ നമ്മളൊരു വർഷം വീട്ടിലെ മക്കൾക്കും എല്ലാം കൂടി ചേർന്ന് സ്റ്റാർ ലൈഫ് ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് എടുത്താൽ 15,000 രൂപ കൊടുക്കണം നിങ്ങൾ പ്രായമനുസരിച്ച്. പക്ഷേ നിങ്ങൾക്ക് 70 വയസ്സ് വരെ ഈ ഇൻഷുറൻസ് കിട്ടും. ഇപ്പൊ സർവീസ് ചെയ്യുമ്പോൾ തുടങ്ങിയാൽ പെൻഷനായി 70 വയസ്സ് വരെയും കിട്ടും. ആ കിട്ടുമ്പോൾ അത് നിങ്ങൾക്ക് ഒരു ഉപകാരപ്പെടുത്തണം. എല്ലാവരും ഇൻഷുറൻസിൽ അംഗമാകണം. അല്ലാതെ വന്നുപോയ ആൾക്കാരുണ്ട്, ഈ ക്യാൻസർ ഉള്ള ഒരാളെ ചികിത്സിക്കാൻ ഇൻഷുറൻസ് ആയിട്ട് പൈസ തരത്തില്ല. പിന്നെ അവർ എടുത്തതിന് ശേഷം വന്നാൽ അവർ നോക്കും. പക്ഷേ എടുക്കാത്തവർക്ക് വേണ്ടി ഒരു നിധി രൂപീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ അന്നും പറഞ്ഞു, വാട്സാപ്പ് വഴി എല്ലാ ദിവസവും ഗൂഗിൾ പേ വഴി നിങ്ങൾ ശമ്പളം കിട്ടുമ്പോൾ ഒരു 50 രൂപ ഈ ഒരു ഫണ്ടിലേക്ക് സംഭാവന ചെയ്യണം. അതോടൊപ്പം സന്മനസ്സുള്ള എല്ലാ വ്യക്തികളിൽ നിന്നും ഞാൻ തന്നെ ഇറങ്ങി പറഞ്ഞുതരാം. ഞാൻ മന്ത്രി അല്ലെങ്കിൽ പോലും ഞാൻ ഇറങ്ങി വാങ്ങിച്ചു തരാം. പരിചയമുള്ള ആൾക്കാരോട് പറഞ്ഞ് ഈ ഫണ്ടിലേക്ക് ഫണ്ടിടാം. അതുപോലെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പോലുള്ള വലിയ വലിയ കമ്പനികൾ അവരെ CSR ഫണ്ട് നമുക്ക് തരാൻ പറ്റും. ഇതെല്ലാം KSRTC ജീവനക്കാരുടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചികിത്സ വേണ്ടി വന്നാൽ ഉപയോഗിക്കാൻ നമുക്ക് കഴിയാം. അതൊരു പൊതു ഖജന. അത് മാത്രമല്ല, അതിൽ നിന്നൊരു 20%, 25% സാധാരണക്കാരായ പാവപ്പെട്ടവർ, ദരിദ്ര രേഖയ്ക്ക് താഴെ താമസിക്കുന്ന പാവങ്ങൾക്ക് ചികിത്സയ്ക്കായി നിങ്ങൾ നൽകണം. കാരണം എന്താ പറയാ, എല്ലാ ജോലി നമ്മൾ എടുക്കുമ്പോഴും ഇത് നോമ്പ് കാലമാണ്, റംസാന്റെ കാലമാണ്. സക്കാത്ത് കൊടുക്കണം എന്നാണ് അള്ളാഹു നമ്മളോട് പറഞ്ഞത്. പ്രവാചകനിലൂടെ നമ്മളോട് പറഞ്ഞത് സക്കാത്ത് കൊടുക്കണം. തന്റെ വരുമാനത്തിന്റെ ഒരു ഭാഗം പാവപ്പെട്ടവരെ സഹായിക്കാൻ മാറ്റിവെക്കണമെന്നാണ് ദൈവം നമ്മളോട് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ കൊടുക്കുന്ന ഈ പൈസ KSRTC ജീവനക്കാർക്ക് വേണ്ടി മാത്രമല്ല, പാവപ്പെട്ടവർക്ക് സക്കാത്ത് കൊടുക്കാൻ കൂടി അത് ഉതകും. അത് മനുഷ്യന്റെ കടമയാണ്. തന്റെ വരുമാനത്തിന്റെ ഒരു ഭാഗം ഇല്ലാത്തവനെ സഹായിക്കാൻ, രോഗം വന്ന് വിഷമിക്കുന്നവനെ വേദന കറ്റാൻ കൊടുക്കാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ അഭിമാനകരമായ കാര്യമാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള നിധി ഉണ്ടാക്കാൻ നിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. എല്ലാ ട്രേഡ് യൂണിയൻ നേതാക്കളും ഇവിടെ ഉണ്ട്. ഒരു നിധി KSRTCക്ക്, ഒരു ജീവനക്കാർക്ക് വേണ്ടിയും പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയും ഒരു നിധി ഉണ്ടാക്കണം. നിങ്ങൾ പറയുന്നതിനേക്കാളും സ്വപ്നം കാണുന്നതിനേക്കാൾ വലിയ കോടിക്കണക്കിന് രൂപ നിങ്ങളുടെ ആ നിധിയിൽ വന്നു ചേരും. പെട്ടെന്ന് ഒരാൾക്ക് നമുക്കൊരാവശ്യം വന്നു, നമ്മുടെ ഒരു ജീവനക്കാരന്, അതിന് കുടുംബത്തിലൊരാൾക്കൊരു ആവശ്യം വന്നു, അല്ലെങ്കിൽ ആ ആവശ്യത്തിനെ അടിയന്തരമായി അഭിമുഖീകരിക്കാൻ നമുക്ക് കഴിയും തരത്തിൽ ഒരു നിധി ഉണ്ടാക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. അതിനുള്ള നിയമപരമായ അന്വേഷണങ്ങളും തുടക്കങ്ങളും ഒക്കെ ആയിക്കഴിഞ്ഞു. ഷാജി എല്ലാം അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് എല്ലാം ഞാനത് പറഞ്ഞു കൊടുത്തതനുസരിച്ച് അവർ തുടങ്ങിയിട്ടുണ്ട്. അത് തുടങ്ങണം. ഞാൻ മന്ത്രിസ്ഥാനമൊക്കെ വിട്ടു പോയാലും നിങ്ങളത് തുടങ്ങണം എന്ന് ഞാൻ പറയുകയാണ്. ഞാൻ ഇത്രയും ദിവസം ഞാനൊരു ശരിക്കും പറയാം മന്ത്രി എന്ന നിലയിൽ നിങ്ങളായിട്ട് കാണുന്ന വിടവാങ്ങൽ പ്രസംഗമായിട്ടൊന്നും കണക്കാക്കാം. ഞാനിത് നിങ്ങളോട് എല്ലാവരോടും സ്നേഹത്തോടെ എന്നോട് സഹകരിച്ചവരോട് ഞാൻ നന്ദി പറയുകയാണ്. ഇനിയും ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. ഇന്ന് എങ്ങനെ മുന്നോട്ട് പോകുന്നു അതിനേക്കാൾ മികച്ച രീതിയിൽ മന്ത്രി മാറി വന്നാലും ആര് മാറി വന്നാലും നിങ്ങളിത് മുന്നോട്ട് നയിക്കണം. ഇത് നിങ്ങളുടെ ജീവനക്കാരായ നിങ്ങളുടെ സ്വത്താണിത്. ഇത് നിലനിൽക്കേണ്ടത് നിങ്ങളുടെ മാത്രം ആവശ്യമാണ്. ജനങ്ങൾക്ക് ഏതുതരം വണ്ടി കിട്ടിയാലും കുഴപ്പമില്ല. പക്ഷേ ഇത് നിലനിൽക്കേണ്ടതും ഇതിനെ വളർത്തേണ്ടതും നിങ്ങൾ തന്നെയാണ് എന്ന് ആലോചിക്കണം. അതുകൊണ്ട് നിങ്ങൾ അത്തരത്തിൽ മുന്നോട്ട് പോകണം. നിങ്ങൾക്ക് തരാൻ പറ്റുന്നതെല്ലാം തരാനാണ് എന്റെ ആഗ്രഹം. നിങ്ങൾക്ക് കുറച്ച് DA തന്നിട്ട് പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞാൻ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അപേക്ഷ തന്നു കഴിഞ്ഞു, എനിക്ക് നിങ്ങൾ ധനകാര്യമന്ത്രിയുമായി സംസാരിക്കാൻ പറഞ്ഞു. ഞാൻ ഇന്ന് ധനകാര്യമന്ത്രിയുമായി സംസാരിച്ചു. നമ്മുടെ കയ്യിൽ അതിന് പണമില്ല. എല്ലാ മാസവും ഇന്ന് കിട്ടുന്നത് 50 കോടി രൂപയാണ് KSRTCക്ക് സർക്കാർ നൽകുന്നത്. 55 കോടി രൂപയെങ്കിലും KSRTCക്ക് തന്നാൽ മാത്രമേ നമുക്ക് ഈ DA വർദ്ധിപ്പിച്ച് മുന്നോട്ട് തരാനുള്ള DA തന്ന് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതിന്റെ ഒരു ഭാഗമെങ്കിലും തന്ന് മുന്നോട്ട് പോകാൻ പറ്റൂ എന്നുള്ളതുകൊണ്ട് ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു DA വർധനം അനുവദിക്കുന്നതിന് വേണ്ടി, കുടിശ്ശിക DA കൊടുക്കുന്നതിന് വേണ്ടി ഒരു പ്രപ്പോസലുമായി ഇന്ന് ഉച്ചയ്ക്ക് നിങ്ങളുടെ CMDയും ഷാജി FNCOയും ധനകാര്യമന്ത്രിയുമായി ചർച്ച ചെയ്യും. അദ്ദേഹം അന്ത്യ തീരുമാനം എന്നെ അറിയിക്കുമ്പോൾ ഞാനും നിങ്ങളും പോസിറ്റീവായി ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അത് അനുവദിക്കാൻ അദ്ദേഹത്തിന് മനസ്സ് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം ഞാൻ എന്റെ അധികാര പരിധിയിലല്ല. കാരണം KSRTCയുടെ ബാങ്ക് ബാലൻസിൽ പൈസ കിടപ്പുണ്ടെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് എടുത്ത് തന്നേനെ. അതിനെനിക്ക് ഒരു പ്രശ്നമില്ല. മുഖ്യമന്ത്രി അതിന് വളരെ അനുകൂലമായ നിലപാടാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ തമ്മിൽ സംസാരിച്ചോളൂ, ഞാൻ രണ്ടുപേരെയും ചുമതലപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞു. ഞങ്ങൾ സംസാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പൊ അദ്ദേഹം ഉച്ചയ്ക്ക് ശേഷം കണക്കുകളുമായി എന്താണ് കമ്മിറ്റ്മെന്റ് എന്നായിട്ട് കണക്കുകളുമായി ചെല്ലാൻ CMD അയക്കാൻ പറഞ്ഞു. അപ്പൊ ഷാജിയും കൂടി കണക്കുമായിട്ട് കൂടെ പോകാൻ ഞാൻ പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഒരുമിച്ച് നിന്നാൽ ഏതും സാധിക്കുമെന്ന് മനസ്സിലായല്ലോ. ഇന്നിവിടെ
തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ MD ശ്രീ മോഹൻ വന്നിട്ടുണ്ട്. അദ്ദേഹം വന്നത് തന്നെ നമ്മളുമായുള്ള ഈ വർഷത്തെ എഗ്രിമെന്റ് ഒപ്പിടാനാണ്. ചരിത്രത്തിലെ മാറ്റത്തിന്റെ തുടങ്ങുന്ന എഗ്രിമെന്റാണ്. നമ്മൾ കിലോമീറ്റർ വെച്ചാണ് പോയിരുന്നത്. ഇപ്പോൾ അത് മാറ്റി ബസ് പാരിറ്റിയിലേക്ക് മാറുകയാണ്. കിലോമീറ്റർ ഉണ്ട്, പക്ഷേ ബസ് പാരിറ്റിയിലേക്ക് മാറുമ്പോൾ 61 മണ്ഡല പൂജാകാലങ്ങൾ എല്ലാ മാസവും 5 ദിവസം 61 ബസ്സുകൾ തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരും. മദ്രാസ്, ചെന്നൈയിൽ നിന്നടക്കം കേരളത്തിലേക്ക് വരും. അതേസമയം നമ്മൾക്കും അങ്ങോട്ട് പോകാൻ കഴിയും. അത് കൂടാതെ ബഡ്ജറ്റ് ടൂറിസത്തിന് ഒരു മാസം 21 റൂട്ടുകളിലായി 150 ട്രിപ്പുകൾ BTC ഓടിക്കാൻ നമുക്ക് തമിഴ്നാട് സർക്കാർ അംഗീകാരം തന്നിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ വന്നിരുന്നു. അന്ന് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചതാണ്. കൊടൈക്കനാല്, നാഗൂർ, പിന്നെ തിരുപ്പതി, തൃച്ചെന്തൂര്, അങ്ങനെ പഴനി, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഒരു ബഡ്ജറ്റ് ടൂറിസം നിങ്ങൾക്ക് എവിടുന്ന് ഏത് ഡിപ്പോയിൽ നിന്ന് വേണമെങ്കിലും ബഡ്ജറ്റ് ടൂറിസം പ്ലാൻ ചെയ്യാം. മധുര ക്ഷേത്രമുണ്ട്, ട്രിച്ചി, അവിടെ പിന്നെ പിള്ളയാർപ്പെട്ടിയുണ്ട്. അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങൾ, ഒരുപാട് അമ്പലങ്ങൾ, പള്ളികൾ, തമിഴ്നാട്ടിലെ ആറ്റാങ്കര പള്ളി അടക്കമുള്ള പള്ളികളിലേക്ക് എല്ലാ സ്ഥലത്തേക്കും, അതുപോലെ പിന്നെ മണ്ടക്കാട് ക്ഷേത്രത്തിലേക്കും ഒക്കെ എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും എല്ലാ ഡിപ്പോകളിൽ നിന്നും ബഡ്ജറ്റ് ടൂറിസം, പിൽഗ്രിം ടൂറിസം, റിസോർട്ട് ടൂറിസം, കൊടൈക്കനാൽ അടക്കമുള്ള സ്ഥലങ്ങളിൽ ബഡ്ജറ്റ് ടൂറിസത്തിന്റെ ഉദ്യോഗസ്ഥർ പോവുകയും നല്ല നല്ല ഹോട്ടലുകൾ കണ്ടെത്തി അവരുമായി ഒരു എഗ്രിമെന്റിലും ഒരു താരിഫിന്റെ കാര്യത്തിലൊക്കെ ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ KSRTC എന്ത് തരുമെന്നൊക്കെ ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. ജനങ്ങൾക്ക് എത്ര കുറച്ചു കൊടുക്കും, യാത്രക്കാർക്ക് എത്ര കുറച്ചു കൊടുക്കും ധാരണയുണ്ട്. ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇന്നത്തെ എഗ്രിമെന്റോടുകൂടി നമുക്ക് തമിഴ്നാട്ടിലേക്ക് ബഡ്ജറ്റ് ടൂറിസം, തമിഴ്നാട്ടിൽ ഇറങ്ങി നമ്മൾ ആരെയും എടുക്കുന്നില്ല. തമിഴ്നാട്ടിൽ റോഡിൽ പോകുന്ന ഒരു യാത്രക്കാരനെ നമ്മൾ വണ്ടി കയറ്റത്തില്ല. നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകുന്ന യാത്രക്കാരുമായി മാത്രമായിരിക്കും തമിഴ്നാട്ടിൽ പോകുന്നത്. നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി അവിടെ എൻജോയ് ചെയ്തതിനു ശേഷം തിരിച്ച് നമ്മൾ മടങ്ങുകയാണ് സുരക്ഷിതമായി. കാരണം പല ക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പ്രായം ചെന്ന അമ്മമാരുണ്ട്, അച്ഛന്മാരുണ്ട്. ഇവരെ കൊണ്ടുപോകാൻ മക്കൾക്ക് സമയമില്ല, മനസ്സുമില്ലാത്തവരുണ്ട്. എങ്കിലും അവർക്ക് ചെറിയ ഒരു പൈസ കൊടുത്തുകൊണ്ട് നമ്മുടെ ബഡ്ജറ്റ് ടൂറിസം കോർഡിനേറ്ററുടെ സ്നേഹവും വാത്സല്യവും, ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും സ്നേഹവും വാത്സല്യവും സുരക്ഷിതത്വവും അനുഭവിച്ചുകൊണ്ട് പോയി വരാൻ കഴിയുന്ന ബഡ്ജറ്റ് ടൂറിസം ഇന്ന് നമുക്ക് അഭിമാനകരമായ നേട്ടമാണ്. അത് വലിയ കഴിഞ്ഞ വർഷങ്ങളെക്കാളൊക്കെ എത്രയോ ഇരട്ടി നമുക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും. നമ്മുടെ ബസ് സ്റ്റേഷനുകളെല്ലാം വൃത്തിയായി സൂക്ഷിക്കുന്നതിൽ സന്തോഷമുണ്ട്. 560-ലധികം ടൺ മാലിന്യമാണ് KSRTC ബസ് സ്റ്റേഷനുകളിൽ നിന്നും നമ്മൾ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച മാലിന്യമുക്ത കേരളം പദ്ധതിയിലൂടെ നമ്മൾ എടുത്തു മാറ്റിയത്. ഓരോ സ്ഥലത്തും അതല്ല, എല്ലാ ബസ് സ്റ്റേഷനും കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും ബസ് സ്റ്റേഷനുകൾ ഒരുമിച്ച് പണിഞ്ഞ കാലഘട്ടമല്ല. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ഞാൻ മന്ത്രിയായി വന്നതിന് ശേഷം ഒരിക്കലും തീരാതെ കിടന്ന കോതമംഗലം ബസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യുമ്പോൾ അവിടുത്തെ MLA, ചെറുപ്പക്കാരനെ MLA പറഞ്ഞു, മന്ത്രി ഞാൻ ജനിക്കുന്നതിന് മുമ്പാണ് ഇതിന്റെ പണി തുടങ്ങിയത്, ഇപ്പോഴെങ്കിലും തീർന്നല്ലോ എന്നാണ് പറഞ്ഞത്. മൂവാറ്റുപുഴ ബസ് സ്റ്റേഷൻ, തീരാതെ കിടന്ന ബസ് സ്റ്റേഷൻ, നാളെ വൈകിട്ട് 5 മണിക്ക് ഞാൻ ഉദ്ഘാടനം ചെയ്യും. തീരാതെ കിടന്നാണ്. അവിടുത്തെ MLA ഞാനുമായി സംസാരിച്ച് ടൈം ബൗണ്ടഡ് ആയിട്ട് നമ്മൾ ഇത്ര ദിവസങ്ങളിൽ ടെൻഡർ വിളിക്കും, ഇത്ര ദിവസങ്ങളിൽ പണി തീർക്കും, അങ്ങനെ ഷെഡ്യൂൾ വെച്ചാണ് ചെയ്തത്. കൊട്ടാരക്കര ബസ് സ്റ്റേഷൻ തറക്കല്ലിട്ടു, കായംകുളം ബസ് സ്റ്റേഷന് തറക്കല്ലിട്ടു, ടെൻഡർ വിളിച്ച നടപടിയാണ്. കൊല്ലം ബസ് സ്റ്റേഷന് തറക്കല്ലിട്ടു, ചെങ്ങന്നൂരിട്ടു, ചങ്ങനാശ്ശേരി പണി തീരാറായി വരുന്നു. തൃശൂര്, ഇരിഞ്ഞാലക്കുട, ചാലക്കുടി, ഇതെല്ലാം നമ്മൾ ആറ്റിങ്ങൽ ഇടാൻ പോകുന്നു. ബാക്കിയല്ല, ഇത്രയധികം ബസ് സ്റ്റേഷനുകൾ അത്യന്താധുനിക സൗകര്യമുള്ള കോടികൾ ചെലവഴിച്ച്, അത് 10 കോടി, 11 കോടി, 13 കോടി, 18 കോടി ചെലവാക്കിയുള്ള ബസ് സ്റ്റേഷനുകൾ ഒന്നിച്ച് നിർമ്മിക്കുന്നത് എന്ന് നമുക്ക് സന്തോഷിക്കാം. ബസ് സ്റ്റേഷന്റെ മുഖച്ഛായ മാറുകയാണ്. ജീവനക്കാരിൽ നിന്ന് ജോലി ചെയ്യുന്ന ഓഫീസ് മുറികൾ എയർ കണ്ടീഷൻ ചെയ്യാൻ പോയാണ്. ഹെഡ് ഓഫീസിലും പേടിക്കണ്ട, ഇതെല്ലാം സോളാറിലേക്ക് മാറും. എല്ലാ ബസ് സ്റ്റേഷനുകളും ഘട്ടം ഘട്ടമായി MPമാരുടെ ഫണ്ട് തരാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരെ സമ്മർദ്ദം ചെലുത്തി അത് വാങ്ങിയാൽ എല്ലാ ബസ് സ്റ്റേഷനും സോളാർ ആവുന്നതോടെ KSRTCയുടെ വൈദ്യുതി ചാർജ് ഒരു മാസം കോടിക്കണക്കിന് രൂപ കുറയുമ്പോൾ KSRTCയുടെ ലാഭം, നഷ്ടം കുറയും, പിന്നെയും നഷ്ടം കുറയും. ഈ ഹെഡ് ഓഫീസ് അടക്കം ഏതെങ്കിലും കമ്പനികളുടെ CSR ഫണ്ട് ഉപയോഗിച്ചോ അല്ലെങ്കിൽ MPമാരെ ഫണ്ട് ഉപയോഗിച്ചോ നിങ്ങൾ ഓരോരുത്തരും, വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനം, ട്രേഡ് യൂണിയൻ ഉള്ളവരുടെ ഉണ്ട്, നിങ്ങൾ ഓരോരുത്തരും പരിശ്രമിച്ചുകൊണ്ട് MPമാരെ കണ്ട് സംസാരിച്ച് അവരെ ഫണ്ട് വാങ്ങിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ ബസ് സ്റ്റേഷനും നമുക്ക് സോളാർ വെക്കുന്നതോടുകൂടി നമ്മുടെ വൈദ്യുതി നിരക്കിലുണ്ടാകുന്ന ലാഭം നമ്മളെ വലിയ നിലയിലേക്ക് ഉയർത്തും. KSRTC പുതിയ ബസ്സുകൾ വരും. KSRTCയുടെ ബിസിനസ് ക്ലാസ് ബസ് ഒരു 15-ാം തീയതി കഴിയുമ്പോഴേക്കും, ഇനി വേറെ ഒന്നുമില്ല, പെയിന്റ് മാത്രമേ ഉള്ളൂ. ഇന്നലെ പെയിന്റ് അടിക്കാൻ കൊടുത്തു കഴിഞ്ഞു. പെയിന്റിന്റെ ഡിസൈൻ കൊടുത്തു. വളരെ എലിഗന്റ് ആയിട്ടുള്ള ഒരു പെയിന്റാണ്. നമ്മൾ കളർഫുൾ മാറ്റി വേറൊരു സ്റ്റൈലൻ ഒരു പെയിന്റാണ് അടിച്ചിരുന്നത്. ആ ഒരു സ്റ്റൈലുമായിട്ട് ഒരു 15-ാം തീയതി കഴിയുമ്പോൾ ആ വണ്ടി വരും. വന്നാലുടൻ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്താലും അത് ഓടത്തക്ക രീതിയിൽ കഴിഞ്ഞ ദിവസം അതിന്റെ ഉദ്ഘാടനം ഞാൻ നിർവഹിച്ചു കഴിഞ്ഞു. ആ വണ്ടി വരുമ്പോൾ ഞാൻ മാധ്യമങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി ഒന്ന് ഓടിച്ചു കാണിക്കും അതിനകത്ത് സൗകര്യങ്ങൾ. തെരഞ്ഞെടുപ്പായതുകൊണ്ട് ഉദ്ഘാടനം നടത്തുന്നതല്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നാൽ ഉദ്ഘാടനം നടത്തത്തില്ല.
വന്നില്ലെങ്കിൽ ഉദ്ഘാടനം നടത്തും, അല്ലെങ്കിൽ ഒന്ന് ഓടിച്ച് കാണിക്കും. എല്ലാവരെയും ഒന്ന് കയറി എന്താണ് ബിസിനസ് ക്ലാസ് ബസ് എന്നറിയണം. എല്ലാ ടോയ്ലറ്റിന്റെ സൗകര്യമുണ്ട്, പാൻട്രി ഉണ്ട്, അതിനകത്ത് എല്ലാ സൗകര്യമുണ്ട്. KSRTCയുടെ അഭിമാനകരമായ അടയാളമായിരിക്കും. തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഉടനെ തന്നെ തുടങ്ങും. ഇത് കണ്ടു കഴിഞ്ഞാൽ അവർ ഉടനെ തന്നെ ആരംഭിക്കും. അവർക്ക് അതിനുള്ള പൈസ ഉണ്ട്, നമുക്ക് അത്ര ഇല്ലെങ്കിൽ പോലും നമ്മൾ തുടങ്ങിയാണ്. ബിസിനസ് ക്ലാസ് ബസ് വരുന്നു. അതുപോലെ ബഡ്ജറ്റ് ടൂറിസത്തിന് വേണ്ടി 10 എയർ കണ്ടീഷൻ ബസ്സുകൾ, ചെറിയ നമ്മളെ സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം പോലെയുള്ള വണ്ടികൾ 10 എണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വരും ബഡ്ജറ്റ് ടൂറിസത്തിന് വേണ്ടി. AC, അതായത് ഒരു സെൻട്രൽ 2-3 സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് ഒരു AC ബസ് കൊടുക്കും. ഇഷ്ടമുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പൂൾ ചെയ്തെടുക്കാം. ഡ്രൈവർ ഓടിക്കാൻ അറിയാവുന്ന ആൾ തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇടുക്കിയിൽ സംഭവിച്ചത് അവിടെ സംഭവിക്കും. അതുകൊണ്ട് ഡ്രൈവറെ മാറ്റില്ല, കോർഡിനേറ്റർമാർക്ക് മാറാം. ബസ് പിന്നെ ഡ്രൈവർ ഒരാൾ തന്നെ ആയിരിക്കണം. അത് ഓടി നശിപ്പിക്കാൻ പറ്റത്തില്ല വണ്ടി. അപ്പൊ അതുകൊണ്ട് വലിയൊരു വ്യത്യാസം. ഇതുവരെ ചരിത്രത്തിലില്ലാത്ത അത്രയും വണ്ടികൾ തമിഴ്നാട്ടിലേക്കും തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ടും വരാൻ പോവുകയാണ്. അതെല്ലാം നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് വണ്ടി വന്നാലും നമ്മൾ അങ്ങോട്ട് പോയാലും കേരളത്തിലെ ജനങ്ങളുടെ യാത്രാക്ലേശത്തിന് പരിഹാരമാവുകയാണ്. KSRTCയിൽ പറയുന്ന പോലെ ചിലർ പറയുന്നതൊക്കെ എല്ലാ സ്ത്രീകൾക്കും സൗജന്യം കൊടുക്കുമെന്ന് ചോദിച്ചു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, തമിഴ്നാട്ടിലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ സിറ്റിയിലൊക്കെ ലോക്കൽ ബസ്സിൽ കൊടുക്കുന്നുണ്ട്, വലിയ പാടാണെന്ന് അദ്ദേഹം പറഞ്ഞത്. കർണാടകത്തിൽ മുഴുവൻ ആൾക്കാർക്കും കൊടുത്ത് അതിന്റെ കഥ കഴിഞ്ഞു. അതുകൊണ്ട് നടക്കാത്ത കാര്യം, ഇതൊന്ന് രക്ഷപ്പെട്ടു വരികയാണ്. ദേവി ഇത് പാവപ്പെട്ട ഈ ജീവനക്കാരെ കഞ്ഞിയിൽ ഇനി ചെളിവാരിയിടല്ലേ എന്ന് മാത്രമേ ഇനി അഭ്യർത്ഥിക്കാനുള്ളൂ. അവര് ഒരുവിധം രക്ഷപ്പെട്ട ഒരു സന്തോഷമുള്ള ഒരു സമാധാനമുള്ള ഒരു ജീവിതത്തിലേക്ക് KSRTC ജീവനക്കാർ പ്രവേശിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയം നല്ലതാണ്, ആരാന്റെ പണമാണ്, ഇത് ജനങ്ങളുടെ പണമാണ്. എന്റെ കുടുംബസ്വത്താണെങ്കിൽ അതെടുത്ത് എനിക്ക് ദൗർജന്യം അനുവദിക്കാം. എന്റെ അച്ഛനപ്പന്മാര് സമ്പാദിച്ചതൊന്നുമല്ലത്. ഈ പാവപ്പെട്ട ജീവനക്കാർ, ഈ കണ്ടക്ടറും ഡ്രൈവറും രാവിലെ ഇറങ്ങി പൊടിയും അടിച്ച് മണ്ണും തിന്നി ചൂടും തിന്ന് റോഡിലുള്ള പുകയും വലിച്ചു കയറ്റി കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന കാശെടുത്ത്, ഞാൻ ഇന്നാൾ പറഞ്ഞ പോലെ പഴവങ്ങാടിന് മുമ്പിൽ കൂടെ പോയപ്പോൾ ഒരു തേങ്ങ ഉരുണ്ട് കിടക്കുന്ന അവിടെ, ആ തേങ്ങ എടുത്ത് ഗണപതിക്ക് അടിച്ചേച്ച് ഗണപതി ഭഗവാനെ എന്നെ രക്ഷിച്ചോളേ എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടി പറ്റിയ സ്ഥലമല്ല KSRTC. അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു സൗജന്യം KSRTC അനുവദിച്ചാൽ, നിങ്ങൾക്കിവിടെ ജോലി ചെയ്യുന്നവരാ, നിങ്ങൾക്കറിയാം. ആ വാർത്ത വായിച്ചപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, തികച്ച് 2 മാസം ഈ സാധനം മുന്നോട്ട് പോകത്തില്ല. ഇവരങ്ങ് മാറുമ്പോൾ സൗജന്യം കൊടുക്കണ്ടാത്ത പ്രൈവറ്റ് ബസ്സുകാരൻ ഇവിടെ ഇരച്ചു കയറും എന്ന് മറക്കരുത്. അതുകൊണ്ട് അത്തരം വേലകളൊന്നും, അത്തരം ഗിമിക്സുകൾ നമ്മളെ ജനങ്ങളെ കബളിപ്പിക്കാൻ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കള്ള വാഗ്ദാനങ്ങൾ, ഞാൻ നിങ്ങൾക്ക് ഇത്രയും നാളിനിടയിൽ ഈ 2.5 വർഷത്തിനിടെ എന്തെങ്കിലും കള്ള വാഗ്ദാനം തന്നിട്ടുണ്ടോ? പറഞ്ഞ ഏതെങ്കിലും കാര്യം ഞാൻ സാധിച്ചു തരാതിരുന്നുണ്ടോ? ഗണേഷ് കുമാർ പറഞ്ഞതേ നടക്കുന്നതേ പറയൂ, പറഞ്ഞാൽ ചെയ്തിരിക്കും എന്ന് എല്ലാവർക്കും കാണാം. എന്നെ പ്രിയങ്കരനായ എന്റെ സഹപ്രവർത്തകർ, എന്റെ അനുജനമായ ഹൈബി ഈഡൻ എന്നെ പറ്റി നല്ല വാക്ക് പറഞ്ഞപ്പോൾ പലരും അയാളെ ചീത്ത വിളിച്ചു. സത്യമല്ലേ പറഞ്ഞ? ഹൈബി ഈഡൻ ഒരു MP എന്ന നിലയിൽ പലവട്ടം, MLA പലവട്ടം എറണാകുളം ബസ് സ്റ്റേഷൻ ഒന്ന് വൃത്തിയാക്കി തരണം എന്ന് എല്ലാവരുടെയും കൈയും കാലും പിടിച്ച് നാണക്കേടായിരുന്നു. അവർക്ക് MP-മാർക്ക് MLA-മാർക്ക് നാണക്കേടായിരുന്നു. അതൊന്ന് പരിഹരിക്കണമെന്ന് നമ്മുടെ മന്ത്രി രാജീവ് അടക്കമുള്ള ആളുകൾ എല്ലാവരോടും പറഞ്ഞിട്ട് ആരും കേട്ടില്ല. ഞാനത് കേട്ടത് ഒരു തെറ്റാണെങ്കിൽ ആ തെറ്റ് ഞാൻ ചെയ്തിരിക്കുന്നു. ഞങ്ങളത് സമയബന്ധിതമായി CMD-യെ മിക്കവാറും ആഴ്ചകൾ അവിടെ നിർത്തി അതിമനോഹരമായി നമ്മൾ BPSCയിലും സ്പോൺസർമാരെ വെച്ച് KSRTCയുടെ പണം ചെലവാക്കിയില്ലെന്ന് ആലോചിക്കണം. MLA ഫണ്ടും ഒക്കെ ഉപയോഗിച്ച് അതിനെ അതിമനോഹരമാക്കാൻ കഴിഞ്ഞു. അവിടെ ഒരു കടയ്ക്ക് വാടക പോയിരിക്കുന്നത് 85,000 രൂപയ്ക്കാണ്. 75,000 85,000 രൂപ എന്താ 10,000 രൂപയ്ക്കും 15,000 രൂപയ്ക്കും പോലും സാധനമാണ്. അതുപോലെ തന്നെ നമ്മുടെ എസ്റ്റേറ്റ് വിഭാഗത്തിന്റെ പ്രവർത്തനം കൊണ്ട് നമുക്കൊരു മാസം ഏതാണ്ട് 1.5 കോടി രൂപയുടെ വരുമാന വർധനമാണ് കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ഒരു മാസം നമുക്ക് അവരുണ്ടാക്കി തന്നത്. വളരെ പ്രശംസനീയമായ പ്രവർത്തനമാണ് നമ്മുടെ എസ്റ്റേറ്റ് വിഭാഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഹെഡ് ഓഫീസിൽ ഇരുന്നു കൊണ്ട് കഴിഞ്ഞ കാലം മാറിയിരിക്കുന്നു. എസ്റ്റേറ്റ് സെക്ഷനിൽ നിന്ന് 18 പേരെ ഒരുമിച്ച് സ്ഥലം മാറ്റി. അപ്പൊ എന്നോട് MD തന്നെ ചോദിച്ചു, സാറേ എല്ലാവരും കൂടെ മാറ്റിയാൽ ഇത് എന്താവുമെന്ന് ചോദിച്ചാൽ, ഇത് എല്ലാവരും കൂടെ മാറ്റിയാൽ നന്നാവുമെന്ന് പറഞ്ഞു. എല്ലാവരും കൂടെ മാറ്റിയപ്പോൾ നന്നായി. അത് അത്ഭുതകരമായ വളർച്ചയാണ് അവർ കൈവരിക്കാൻ കഴിഞ്ഞത്. എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ജീവനക്കാരാണ് ഈ വിജയത്തിന്റെ പുറകിലുള്ളത്. ജീവനക്കാരെ മറന്നുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ മുന്നോട്ട് പോകില്ല. ജീവനക്കാരോട് എന്നും സ്നേഹത്തോടെ ഞങ്ങൾ പെരുമാറുകയുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടി എന്നതിലുപരി തൊഴിലാളി സംഘടനകളുടെ ഒരു കൂട്ടായ്മ തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു ചരിത്രപരമായി അദ്ദേഹം തൊഴിലാളികൾക്ക് എന്നും തൊഴിലാളികളുടെ ആവേശമാണ്. തൊഴിലാളികൾക്ക് വേണ്ടി പോരാടിയിട്ടുള്ള ഒരു ധീര സഖാവാണ്. അദ്ദേഹത്തിൽ നിന്ന് ഒരിക്കലും നിങ്ങൾക്ക് നിരാശ വരികയില്ല. അദ്ദേഹം നമ്മൾ KSRTCയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അദ്ദേഹത്തെ സമീപിക്കുമ്പോൾ ഏതാണ്ട് 650 കോടി രൂപ അദ്ദേഹം എഴുതി തള്ളിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയായി വന്ന കാലം മുതൽ KSRTC നൽകിയത് 10,000 കോടി രൂപയാണ്. നിങ്ങളെ നിലനിർത്താൻ, ഈ മഹാപ്രസ്ഥാനത്തെ നിലനിർത്താൻ നമുക്ക് നൽകിയത് 10,000 കോടി രൂപയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ ആശുപത്രിയിലെ ആനുകൂല്യങ്ങൾ കൂടി ഞാൻ പ്രഖ്യാപിക്കാം. ഈ ആശുപത്രിയിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന സേവനങ്ങൾ വളരെ വലുതാണ്. നമുക്ക് ഏതാണ്ട് 10 സ്പെഷ്യാലിറ്റികളാണ് നമുക്കുള്ളത്. നമുക്കുള്ള സ്പെഷ്യാലിറ്റികൾ കാർഡിയോളജി, ഓങ്കോളജി, ഗൈനക്കോളജി, ENT, നേത്രരോഗ വിഭാഗം, നെഫ്രോളജി, ഓർത്തോ, ഡെന്റൽ, മനോരോഗം, സൈക്കാട്രി,
സർജറി, ന്യൂറോ, ഇത്രയും സേവനം നമ്മൾ കിട്ടും. അതിന് വിദഗ്ധരായ ഡോക്ടർ, നമ്മുടെ ഡോക്ടർ കൂടാതെ വിദഗ്ധരായ ഡോക്ടർമാർ എല്ലാ ദിവസവും 2-3 ഡോക്ടർമാർ വീതം മൂകാംബിക മെഡിക്കൽ കോളേജിൽ നിന്ന് ഇവിടെ വരികയും അവരുടെ സേവനം നമുക്ക് ലഭ്യമാകുകയും ചെയ്യും. ഇവിടെ നമ്മുടെ നടത്തുന്ന ടെസ്റ്റുകൾ, രക്തപരിശോധനകൾ എല്ലാം ഉണ്ട്. ലിവർ ടെസ്റ്റ് ഉണ്ട്, തൈറോയ്ഡ് ടെസ്റ്റ് ഉണ്ട്, എല്ലാം വിലപിടിപ്പുള്ള ടെസ്റ്റുകൾ. ഈ ടെസ്റ്റ് എല്ലാം രാജീവ് ഗാന്ധി ബയോടെക്നോളജി സെന്റർ കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശിച്ച കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് ചെയ്തു തരും. ജീവനക്കാർക്ക് അവിടെ 10%, അതിൽ 10% സൗജന്യമുണ്ട്. അടുത്ത കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടരുത്. ജീവനക്കാർക്കും ഈ പ്രദേശത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കും പാവപ്പെട്ടവർക്ക്, ഞാൻ മുമ്പ് പറഞ്ഞ അമ്മമാരുണ്ടല്ലോ, പ്രായമായ അമ്മമാർ, ആരും ആശുപത്രി കൊണ്ടുപോകാൻ പോലും ഇല്ലാത്ത അമ്മമാര്, അവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാം MRI സ്കാൻ ചെയ്യാൻ വെളിയിൽ ചിലവ് 7,000 രൂപ, 2,500 രൂപയ്ക്ക് ഇവിടെ ചെയ്തു കൊടുക്കും. ഇവിടെ നിന്ന് അവരെ സൗജന്യമായി വാഹനത്തിൽ കയറ്റി മൂകാംബിക മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്ത് തിരിച്ചു കൊണ്ടുവരും. അതുപോലെ അൾട്രാസൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 1,500 രൂപയാണ് വെളിയിൽ ചാർജ് ചെയ്യുന്നത്. ഇവിടെ 500 രൂപയെ ചാർജ് ചെയ്യുള്ളൂ. 500 രൂപ ഇതാണ് നമ്മുടെ ചാർജ്. അത് ഈ ആശുപത്രിയിലേക്കും തിരിച്ചിങ്ങോട്ടും സൗജന്യമായി വാഹനത്തിൽ നമ്മൾ വരുന്ന പേഷ്യൻസിനെ കൊണ്ടുപോയി സ്കാൻ ചെയ്ത് തിരിച്ചു കൊണ്ടുവരും. അതേ തുടർന്നുള്ള ചികിത്സകൾ ആവശ്യമുണ്ടെങ്കിൽ അതിനും മൂകാംബിക മെഡിക്കൽ കോളേജ് നമുക്ക് വളരെ സൗജന്യമുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കും. അതുകൊണ്ടല്ലോ അല്ലേ, അവിടെ ചെല്ലുമ്പം സ്കാൻ ചെയ്യാൻ കൊണ്ടുപോകുമ്പോൾ ഇവിടുന്ന് വണ്ടിയിൽ ഫ്രീ ആയിട്ട് കൊണ്ടുപോയി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഫുഡും തരും, അതും തരും. KSRTC ജീവനക്കാർക്ക് മാത്രമല്ല, ജീവനക്കാർക്ക് ഇതിൽ പറയുന്നതിൽ 10% പിന്നെയും കുറവുണ്ട്. പക്ഷെ സാധാരണക്കാരായ ജനങ്ങൾ, ഞാൻ പറയില്ല, ഇതിലേക്ക് സൈക്കിളിൽ ഓട്ടി പോകുമ്പോൾ, മോട്ടോർ സൈക്കിളിൽ പോകുമ്പോൾ ഒരുപാട് അമ്മമാര്, പ്രായം ചെന്ന അമ്മമാര് ഇങ്ങനെ ആ അഗ്രഹാരത്തിന്റെ ഒക്കെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട്. ഈ മണക്കാടോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് അമ്മമാര്, ഉമ്മമാര്, പാവങ്ങൾ ഇരിക്കുന്നുണ്ട്. അവർക്കൊക്കെ പോകാൻ ഒരു സ്ഥലമില്ല. അവർക്ക് മെഡിക്കൽ കോളേജ് ഒരു വണ്ടി പിടിച്ചു പോകാൻ പോലും അവർക്ക് പ്രയാസമാണ്. ഇവിടെ ആകുമ്പോൾ തിക്കും തിരക്കൊന്നും കാണത്തില്ല. നല്ല ഡോക്ടർമാർ വരും, അവർ പരിശോധിക്കും. പുറത്തുനിന്നുള്ളവർക്ക് മാത്രമേ കൺസൾട്ടിംഗ് ഫീ ഉള്ളൂ. സ്പെഷ്യലിസ്റ്റിന്റെ കൺസൾട്ടിങ്ങിന് 100 രൂപയും, നോർമൽ കൺസൾട്ടേഷൻ 50 രൂപ, അല്ലെ, 50 രൂപയാണ്. അതുകൂടാതെ KSRTC ജീവനക്കാർക്ക് പൂർണ്ണമായി കൺസൾട്ടേഷൻ സൗജന്യമാണ്. ഇവിടെ ഇരിക്കുമ്പോൾ ഇറങ്ങി വന്ന് വല്ലപ്പോഴും ഒന്ന് ഡോക്ടറെ കണ്ടോണം എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അഭിപ്രായം. ഒന്നുമില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് സന്തോഷമായിട്ടിരുന്ന് ജോലി ചെയ്തു. പിന്നെ വിശക്കമ്പം വല്ലതും കഴിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കുക. ഒന്ന് പരിശോധിച്ചിട്ട് പോയാൽ കുഴപ്പമൊന്നുമില്ല, ഷുഗറില്ലെന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ തിന്നാം. ഞാൻ വന്നപ്പോഴേ എനിക്കൊരു മുട്ടായി തന്നു. ഈ സന്തോഷത്തിൽ ഞാൻ മുട്ടായി അങ്ങ് തിന്നു അവിടെ വെച്ചു. അപ്പോൾ TVയിലൊക്കെ കവർ ചെയ്തിട്ടുണ്ട്, ഇയാൾ മുട്ടായി കാണാത്ത ഏതോ ആളാണെന്ന് തോന്നത്തക്ക രീതിയിൽ അവർ അടുത്ത് വെച്ച് തന്നെ എടുത്തിട്ടുണ്ട്. ഇയാൾ ആദ്യമായിട്ട് മുട്ടായി തന്നെയാണ് എന്ന് തോന്നത്തക്ക രീതിയിൽ ഒരു മുട്ടായി തിന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഷുഗറിന്റെ അസുഖമില്ല, അതുകൊണ്ട് മുട്ടായി കഴിക്കാം. പിന്നെ മധുരം കഴിക്കാത്ത തടിയൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. വേണ്ട ഇലക്ഷനൊക്കെ വരില്ലേ, മലയൊക്കെ കയറി ഇറങ്ങണ്ടേ, അപ്പൊ ഞാൻ തടിയനായ പറ്റുമോ? അപ്പൊ അതുകൊണ്ട് എല്ലാ നന്മകളും നേരുന്നു. നിങ്ങളെല്ലാം എന്റെ കുടുംബാംഗങ്ങളാണ്, എന്റെ സഹോദരങ്ങളാണ്, എന്റെ സുഹൃത്തുക്കളാണ്. നമ്മൾ ഒന്നിച്ചാണ് KSRTC മുന്നോട്ട് നയിച്ചത്. എല്ലാവരോടും നന്ദി പറഞ്ഞു. പെൻഷൻകാരുടെ കാര്യം പറഞ്ഞല്ലോ, പെൻഷൻകാരുടെ DAയുടെ കാര്യവും പരിഗണിക്കും. പെൻഷൻകാരുടെ ആശുപത്രി പെൻഷൻകാർക്കുണ്ടല്ലോ, അത് പറഞ്ഞു. പെൻഷൻകാർക്ക് ആശുപത്രി ഉപയോഗിക്കാം. അവർക്കും ഈ പറഞ്ഞ KSRTC ജീവനക്കാർക്ക് കിട്ടുന്ന സൗജന്യങ്ങൾ ഉണ്ടാകും. ഈ പറഞ്ഞ കൺസൾട്ടേഷൻ ഫീ ഇല്ല, ആ സൗജന്യങ്ങളെല്ലാം. ഉയപരാശന ഒരു പെൻഷൻകാരനായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പെൻഷൻകാരുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. എന്റെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ആണെങ്കിലും KSRTC പെൻഷൻ അത് പോയിട്ടില്ല, കയ്യിൽ നിന്ന് പോയിട്ടില്ല. മോഹൻലാലിനെ വെച്ച് പരസ്യം എടുത്തപ്പം MDയോട് ചോദിച്ചു, മണി അടിക്കാൻ ഞാനിവിടെ വരട്ടോ സാറേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ മോഹൻലാൽ മാത്രം മതി, ഉള്ളിയും കൂടെ മണി അടിക്കണ്ട എന്ന് ഞാനാണ് പറഞ്ഞത്. മോഹൻലാലിന്റെ പരസ്യത്തിൽ ഒരാഗ്രഹം, മോഹൻലാലിന്റെ ബസ്സിനൊന്ന് മണി അടിച്ചാൽ കൊള്ളാമെന്ന്. ഞാൻ പറഞ്ഞു അത് വേണ്ട, മോഹൻലാൽ എന്നെ പണ്ട് പഠിക്കുന്ന കാലത്തെ മോഹൻലാൽ ബെല്ലടിക്കുന്ന ആളാ, അതുകൊണ്ട് മോഹൻലാൽ അടിച്ച് മോഹൻലാൽ എന്നെ ഓടിച്ചോളും എന്ന് ഇന്ത്യയോട് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമ്മളുണ്ടല്ലോ, മോഹൻലാലിനെ പോലുള്ള മഹാനടന്മാർ നമുക്ക് വേണ്ടി പരസ്യം ചെയ്തതാണ് സൗജന്യമായിട്ട്. നിങ്ങൾ മനസ്സിലാക്കണം, പ്രിയദർശനെ പോലെ വലിയ സംവിധായകർ, ഇന്ത്യയിലെ ഏറ്റവും വലിയ സംവിധായകരുള്ള പ്രിയദർശൻ സൗജന്യമായി ഒരു പൈസ പോലും പറ്റാതെ KSRTCക്ക് വേണ്ടി അദ്ദേഹം അത് ചെയ്തത്. 2 കാര്യങ്ങളാണ്: KSRTCയുടെ ഇഷ്ടം, 2 എന്നോടുള്ള സ്നേഹം. അത് രണ്ടുമാണ് വ്യക്തിപരം, തികച്ചും വ്യക്തിപരമാണ്. KSRTCയെ അവർ വ്യക്തിപരമായി മനസ്സിൽ ഇഷ്ടപ്പെടുന്നു, എന്നെ വ്യക്തിപരമായി അവർ സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് വിരോധിപ്പിക്കാനും വിദ്വേഷിപ്പിക്കാനും എന്റെ ചോര വേണമെങ്കിൽ ഒരു പിച്ചാത്തിയതാ ഞാൻ മുറിച്ച് കുടിച്ചോ, അല്ലാതെ വെറുതെ നടന്ന് എന്റെ പുറകെ നടക്കണ്ട. ഞാൻ ഇന്നിപ്പോ ഇതൊന്നും തരാതെ ഞാൻ രാജിവെച്ചു പോകുന്ന ചിലർ വിചാരിച്ചേ, അത് നടന്നില്ല. അങ്ങനെയൊക്കെ ആഗ്രഹിക്കാൻ കൊള്ളാമോ? മന്ത്രിസഭയ്ക്ക് ഇനി 5 ദിവസം 6 ദിവസം കാലാവധി. ഇലക്ഷൻ പ്രഖ്യാപിച്ച മന്ത്രിക്ക് ഒരു വിലയില്ല, മന്ത്രിക്ക് ഒരു വിലയില്ല ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് അത്തരം സന്തോഷത്തിന് വേണ്ടി നടക്കണ്ട, അതൊരു നല്ല കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒന്നും മിണ്ടാത്തത്. എനിക്ക് ആരോടും വിരോധം ഉണ്ടായില്ല. ഞാൻ മാധ്യമപ്രവർത്തകരോട് വളരെ മാന്യമായിട്ടും സ്നേഹമായിട്ട് പെരുമാറുള്ളൂ. പക്ഷേ കഴിഞ്ഞ 2 ദിവസമായിട്ട് എന്നോട് വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്. സന്തോഷം. ഇത് പണ്ടും ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യുമെന്ന് എനിക്കറിയാം. അതിൽ നിന്ന് കൂടുതൽ വ്യത്യസ്തതയൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടല്ല നിങ്ങളോട് ചിരിച്ചതും ചില മാധ്യമങ്ങൾ ഞാൻ ഇന്റർവ്യൂ തന്നതും. എന്റെ കഴിവുകളാണെന്ന് വിചാരിക്കരുത്. ഞാനൊരു സ്നേഹം കൊണ്ട് തന്നു, കുറെ നാളായിട്ട് ചോദിച്ചു, തന്നു. പക്ഷെ തന്നതിന്റെ ഫലം എനിക്ക് തന്നു. സന്തോഷം. നന്ദി, നമസ്കാരം.
എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഈ ഒരു ആശുപത്രിയുടെ ഈ ഡയാലിസിസ് സെന്ററിന്റെയും ഡയാലിസിസ് സെന്റർ നമുക്ക് നൽകിയത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനാണ്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനാണ് സ്പോൺസർ ചെയ്തത്. 2 മെഷീൻ വന്നു. ഇനി 5 എണ്ണം കൂടി ഉടനെ വരും. അത് കൂടാതെ മൊത്തം 3 എണ്ണം കൂടി. അപ്പോൾ ഇപ്പോൾ വന്ന 10 ബെഡുകളിൽ ഡയാലിസിസ് ചെയ്യുന്നതായിരിക്കും. അത് ഏറ്റവും കുറഞ്ഞ കോസ്റ്റിലായിരിക്കും. അതായത് നമ്മുടെ കോസ്റ്റ് പ്രൈസിൽ നിന്നും വളരെ തുച്ഛമായ ഒരു പൈസ മാത്രമേ വയ്ക്കുന്നുള്ളൂ. ഇവിടുത്തെ മെഡിക്കൽ സ്റ്റോർ ഉണ്ട്, ഫാർമസിയിലും ഏറ്റവും നേരിയ മാർജിൻ എടുത്തുകൊണ്ട് എല്ലാ മരുന്നുകളും കൊണ്ട് നിറച്ചിരിക്കും. അതിനുള്ള ഏർപ്പാട് ഞാൻ MD-യോട് പറഞ്ഞിട്ടുണ്ട്. എല്ലാ മരുന്നുകളും ഇവിടെ ലഭിക്കത്തക്ക രീതിയിൽ, അതും ഏറ്റവും കുറഞ്ഞ തുച്ഛമായ കാരുണ്യ മെഡിക്കലിൽ കിട്ടുന്നതിനേക്കാൾ ഒരുപക്ഷെ ആ എമൗണ്ട് അല്ലെങ്കിൽ അതിനടുത്തുള്ളൊരു എമൗണ്ടിൽ വെളിയിൽ കിട്ടുന്നതിനേക്കാളും തുച്ഛമായ മാർജിൻ മാത്രം നടത്തിക്കൊണ്ടുപോകാനുള്ള ഒരു മാർജിൻ മാത്രം എടുത്തുകൊണ്ട് എല്ലാവർക്കും, അത് ജീവനക്കാർക്കും തരും, നാട്ടുകാർക്കും തരും. അതിന്റെ സൗജന്യം ജീവനക്കാർക്ക് ഒരു പ്രത്യേക ശതമാനം, നാട്ടുകാർക്ക് ഒരു പ്രത്യേക, ഏതായാലും മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാൾ വളരെ വില കുറച്ച് മരുന്നുകൾ നിങ്ങൾക്ക് തരും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഈ ഒരു ഡിസ്പെൻസറിയുടെയും നമ്മുടെ ഈ ഹോസ്പിറ്റൽ KSRC മെഡിക്കൽ സെന്ററിന്റെയും ഡയാലിസിസ് യൂണിറ്റിന്റെയും ഉദ്ഘാടനം ദൈവനാമത്തിൽ ആർക്കും അസുഖം വരാതിരിക്കട്ടെ, ഇതിലാരും വലിയ തിരക്കുണ്ടാവാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ പണ്ടൊരു കോവിഡ് ആശുപത്രി ഉദ്ഘാടനം ചെയ്തു. പെട്ടെന്ന് അടച്ചുപോണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഇത് അടച്ചുപോണേന്ന് പ്രാർത്ഥിക്കുന്നില്ല, തുറന്നിരിക്കട്ടെ, ആവശ്യമുള്ളവർക്ക് ഉപകാരപ്പെടട്ടെ, ആവശ്യക്കാരുടെ എണ്ണം കുറഞ്ഞിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ മെഡിക്കൽ സെന്ററിന്റെ ഉദ്ഘാടനം, KSRC മെഡിക്കൽ സെന്ററിന്റെ ഉദ്ഘാടനം നിങ്ങളുടെ ഇവരുടെ അനുവാദത്തോടെ അനുഗ്രഹത്തോടെയും പ്രാർത്ഥനയോടെയും നിർവഹിച്ചായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.